അവളുടെ ധീരതയെ പ്രശംസിച്ചേ മതിയാകൂ. ആരോടും യാതൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ രാജകൊട്ടാരം വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മഹാരാജൻ, നാം പറഞ്ഞു വന്നത്, ഇത് നമുക്ക് അനുകൂലമായൊരു സമയമല്ലേ? രഹസ്യചാരന്മാർ എല്ലായിടത്തും അലയുന്നുണ്ട്. അതുപോലെ നമ്മുടെ പഴയ ശത്രുവായ രാക്ഷസി അവളും കൂടെയുണ്ട്. അതുകൊണ്ട് നാം പറയാൻ ആഗ്രഹിച്ചത്, നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും നടത്തേണ്ടതാണ്. ഈ സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം നമ്മുടെ പുത്രിയെ തിരികെ കൊണ്ടുവന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ആദ്യം അവളെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ഭടന്മാരെ, രാജകുമാരി രൂപവതിയെ കണ്ടെത്താൻ നാം സ്വയം പോകുന്നതാണ്. സൈന്യത്തെ തയ്യാറാക്കൂ. കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല മഹാരാജൻ. രൂപവതി, ജ്യേഷ്ഠത്തി, നീ എവിടെയാണ് പോയത് പുത്രി? രൂപവതി, നീ സുരക്ഷിതയാണോ പുത്രി? എന്താ നിനക്ക് സംഭവിച്ചത്? നീ എവിടെ പോയതാണ് പുത്രി? എന്തു പറ്റി ജ്യേഷ്ഠത്തി? ആരോടും ഒന്നും പറയാതെ ജ്യേഷ്ഠത്തി ഇന്ന് എവിടേക്കാണ് പോയത്? ജ്യേഷ്ഠത്തിയെ കാണാതെ ഞങ്ങൾ എല്ലാവരും എത്രത്തോളം വിഷമിച്ചു. നീ എവിടെ പോയതാണെന്ന് പറയൂ പുത്രി. നീ സുരക്ഷിതയല്ലേ? എന്തു പറ്റി? ജ്യേഷ്ഠത്തി സുരക്ഷിതയല്ലേ? പറയൂ. നാം സുരക്ഷിതയാണ് അനിയ. എന്നാൽ കൊട്ടാരം വിട്ട് അന്ധകാരം നിറഞ്ഞ രാത്രിയിൽ നീ തനിച്ചെവിടേക്കാണ് പോയത് പുത്രി? നിനക്കറിയാവുന്നതല്ലേ പുറത്ത് നമുക്ക് സംഭവിച്ചേക്കാവുന്ന അപകടങ്ങളെ കുറിച്ചെല്ലാം. ഇന്ന് നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നെങ്കിലോ? പിന്നെ നാം ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? കൊള്ളാം കൊള്ളാം കൊള്ളാം. എന്നിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇവളെ ഈ കൊട്ടാരത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്താമെന്ന്. കൊള്ളാം. എന്തു പറ്റി പുത്രി? നീ എന്തിനാണ് കരയുന്നത്? നാം നിന്നെ കൂടുതൽ ശകാരിച്ചോ? നിന്നെ കുറിച്ച് ആശങ്കയുള്ളത് കൊണ്ടല്ലേ നാം പറഞ്ഞത്. നിൽക്കൂ മഹാരാജൻ, ഇനി അങ്ങ് അവളോട് ഒന്നും പറയരുത്. ആർക്കറിയാം, ഇവളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. നമ്മുടെ പുത്രിയുടെ അവസ്ഥ നോക്കൂ മഹാരാജൻ. പുത്രി, കേൾക്കൂ പുത്രി. ഇളയമ്മയുടെ നേർക്ക് നോക്കൂ. വരൂ, നമ്മോടൊപ്പം വരൂ. പോകൂ, കൂടെ ചെല്ലു കുമാരി. അതെ, ശരിയാണ് പുത്രി. ഇവളെയും കൂട്ടി പൊയ്ക്കോളൂ. ചെല്ലു കുമാരി. പിതാശ്രീ, നമുക്ക് അങ്ങയോട് വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി പരീക്ഷയുടെ രണ്ടാം ഘട്ടമാണ്. കണ്ണുകൾ തുണി കൊണ്ട് മൂടിക്കെട്ടിയ അവസ്ഥയിൽ ആ വൻ വൃക്ഷങ്ങളിൽ തയ്യാറാക്കിയ ലക്ഷ്യത്തിന്റെ കൃത്യം മധ്യത്തിലായി ബാണം തറയ്ക്കുന്നത് ആരായിരുന്നാലും അവർ ഈ പരീക്ഷയിൽ വിജയിക്കുന്നതാണ്. നമ്മെ ഇനി അധികാരി എന്ന് വിളിക്കാൻ തയ്യാറെടുത്തുള്ളൂ ദേവദത്ത. വിവേകത്തിന്റെ പരീക്ഷയ്ക്കായി കാത്തിരിക്കേണ്ട കാര്യമുണ്ടാവുകയില്ല.